നമസ്കാരം. ഓട്ടോ സർവീസ് ടെക്നീഷ്യൻ ലെവൽ 4ൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അഥവാ AMT, അതേപോലെ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ അഥവാ CVT എന്നീ ഗിയർ ബോക്സുകളെ പറ്റിയാണ് പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കൺവെൻഷണലായി നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഗിയർ ബോക്സുകളായ ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അഥവാ എപ്പിസൈക്ലിക് ഗിയർ ബോക്സും ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അഥവാ DCT ഗിയർ ബോക്സുകളെ പറ്റിയുമാണ് പഠിക്കുന്നത്. ഏവരെയും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Hydraulic automatic transmission. It uses planetary or epicyclic gear sets instead of the manual transmission. മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിൽ നിന്നും വ്യത്യസ്തമായി ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ എപ്പിസൈക്ലിക് ഗിയർ ബോക്സുകളാണ് ഉപയോഗിക്കുന്നത്. ടു ചേഞ്ച് ഗിയേഴ്സ്, ദ ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് യൂസസ് എ സീരീസ് ഓഫ് ഇൻറ്റേർണൽ ക്ലച്ചസ് ഓർ ഫ്രിക്ഷൻ ബ്രേക്ക് ബാൻഡ്സ്. ഫ്രിക്ഷൻ ബ്രേക്ക് ബാൻഡ്സും ഇൻറ്റേർണൽ ക്ലച്ചസും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളിൽ ഗിയറുകൾ ചേഞ്ച് ചെയ്യുന്നത്. ദീസ് ഡിവൈസസ് ആർ യൂസ്ഡ് ടു ലോക്ക് സർട്ടൺ ഗിയേഴ്സ്, ദസ് സെറ്റിംഗ് വിച്ച് ഗിയർ റേഷ്യോ ഈസ് ഇൻ യൂസ് അറ്റ് ദ ടൈം. ഈ ടൈപ്പ് ഗിയർ ബോക്സുകളിൽ ചില ഗിയറുകൾ നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ടാണ് ഗിയർ റേഷ്യോ വേരി ചെയ്യുന്നത്. ഫ്രിക്ഷൻ ബാൻഡ്സ് ആൻഡ് ക്ലച്ചസ് ആർ കൺട്രോൾഡ് യൂസിങ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഓർ ATF which is pressurized by a pump. ഒരു പമ്പിൻ്റെ സഹായത്തോടു കൂടി പ്രഷറൈസ് ചെയ്ത ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്രിക്ഷൻ ബാൻഡും ക്ലച്ചസും കൺട്രോൾ ചെയ്യുന്നത്. ദ വാൽവ് ബോഡി ഇൻസൈഡ് ദ ട്രാൻസ്മിഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡയറക്റ്റിംഗ് ഹൈഡ്രോളിക് പ്രഷർ ടു ദി അപ്രോപ്രിയേറ്റ് ബാൻഡ്സ് ആൻഡ് ക്ലച്ചസ്. ക്ലച്ചസും ബ്രേക്ക് ബാൻഡ്സിലേക്കും ഉള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുന്നത് വാൽവ് ബോഡിയാണ്. ദ വാൽവ്സ് ആർ കൺട്രോൾഡ് ബൈ സോളിനോയിഡ്സ്. സോളിനോയിഡ്സ് വാൽവ്സിനെ നിയന്ത്രിക്കുന്നു. ദീസ് സോളിനോയിഡ്സ് ആർ കമ്പ്യൂട്ടർ കൺട്രോൾഡ് വിത്ത് ദ ഗിയർ സെലക്ഷൻ ഡിസൈഡഡ് ബൈ എ ഡെഡിക്കേറ്റഡ് ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റ് ഓർ TCU ഓർ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ECU. ECU അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റാണ് ഏത് ഗിയർ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത്. ഈ സോളിനോയിഡ്സിനെ നിയന്ത്രിക്കുന്നത് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്. എപ്പിസൈക്ലിക് ഗിയർ ട്രേ. ഈ ഫിഗർ നോക്കൂ. ഇവിടെ രണ്ട് വ്യത്യസ്ത തരങ്ങളിലുള്ള ഗിയറുകളുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ടീത്തുള്ള ഗിയറും മറ്റേത് എക്സ്റ്റേണൽ ടീത്തുള്ള ഗിയറുകളും. ഇൻറ്റേർണൽ ടീത്തുള്ള സൈസ് കൂടിയ ഗിയർ അഥവാ ഔട്ടർ ഗിയറിനെ പറയുന്ന പേരാണ് റിംഗ് ഗിയർ. എക്സ്റ്റേണൽ ടീത്തുള്ള രണ്ട് ടൈപ്പ് ഗിയറുണ്ട്. സൈസ് കൂടിയ ഗിയറിന് നമ്മൾ സൺ ഗിയർ എന്നും സൈസ് കുറഞ്ഞതിന് പ്ലാനറ്റ് പീനിയൻസ് അല്ലെങ്കിൽ പ്ലാനറ്റ് ഗിയർ എന്നും പറയുന്നു. ഓൾ ദ ഗിയേഴ്സ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് മെഷ് ആൻഡ് ടു എൻഗേജ് എനി ഡിസൈഡ് ഗിയർ, ബ്രേക്ക് ആൻഡ് ക്ലച്ച് ഇൻ ദ ഗിയർ ബോക്സ് ഹാസ് ടു ബി അപ്ലൈഡ്. ദിസ് ഈസ് കോൾഡ് ലോക്ക്ഡ് പൊസിഷൻ. നമുക്കറിയാം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ എല്ലാ ഗിയറുകളും എല്ലായ്പ്പോഴും മെഷ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗിയർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബ്രേക്ക് അല്ലെങ്കിൽ ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഗിയറിനെ സൺ ഗിയറോ റിംഗ് ഗിയറോ പ്ലാനറ്റ് ഗിയറോ ഏതെങ്കിലും ഒരു ഗിയറിനെ ലോക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗിയർ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ലോക്ക് ചെയ്യുന്നതിനെയാണ് ലോക്ക്ഡ് പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സിൽ എങ്ങനെയാണ് ഗിയറുകൾ ലോക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടേബിളിൽ 3 വ്യത്യസ്ത സ്പീഡുകൾ കാണിച്ചിരിക്കുന്നു. ഫോർവേഡ് ഫാസ്റ്റ്, ഫോർവേഡ് സ്ലോ, റിവേഴ്സ്. P എന്ന് കാണിച്ചിരിക്കുന്നത് പ്ലാനറ്റ് ഗിയർ, R റിംഗ് ഗിയർ, S സൺ ഗിയർ. ഇനി നമുക്ക് ഫോർവേഡ് ഫാസ്റ്റ് ഗിയറാണ് വേണ്ടതെങ്കിൽ നമ്മൾ റിംഗ് ഗിയറിനെ സ്റ്റേഷനറി ആക്കുന്നു, അതായത് റിംഗ് ഗിയറിനെ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ പ്ലാനറ്റ് ഗിയർ ഡ്രൈവിംഗ് മെമ്പർ ആവുകയും
സൺ ഗിയർ ഡ്രിവൺ മെമ്പർ ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഫോർവേഡ് സ്ലോ ഗിയറാണ് വേണ്ടതെങ്കിൽ നമ്മൾ സൺ ഗിയറിനെ സ്റ്റേഷനറി ആക്കുകയും, അതായത് സൺ ഗിയറിനെ ലോക്ക് ചെയ്യുകയും അതുവഴി റിംഗ് ഗിയർ ഡ്രൈവിംഗ് മെമ്പർ ആക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്ലാനറ്ററി ഗിയറാണ് ഡ്രിവൺ. ഇനി നമുക്ക് റിവേഴ്സ് ഗിയറാണ് വേണ്ടതെങ്കിൽ പ്ലാനറ്റ് ഗിയറിനെ ലോക്ക് ചെയ്തുകൊണ്ട് റിംഗ് ഗിയറിനെ ഡ്രൈവിംഗ് മെമ്പറും സൺ ഗിയറിനെ ഡ്രിവൺ മെമ്പറും ആക്കിയാൽ മതിയാകും. ഇപ്രകാരം സൺ ഗിയർ, റിംഗ് ഗിയർ, പ്ലാനറ്റ് ഗിയർ ഈ 3 ഗിയറുകളെയും ലോക്ക് ചെയ്തുകൊണ്ടാണ് എപ്പിസൈക്ലിക് ഗിയർ ബോക്സിൽ നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം ഗിയർ സെലക്ട് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഘടിപ്പിച്ച വാഹനങ്ങളിൽ എങ്ങനെയാണ് ഗിയർ സെലക്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചിരിക്കുന്നു. ഇവിടെ 4 ഓപ്ഷനാണുള്ളത്: പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡയറക്റ്റ്. ടോർക്ക് കൺവേർട്ടർ. A torque converter provides the same function in an automatic vehicle as a clutch in a manual vehicle, that is, allowing the engine to keep running as the wheels come to a stop. ഒരു മാനുവൽ ഗിയർ ബോക്സ് ഘടിപ്പിച്ച വാഹനങ്ങളിൽ ക്ലച്ച് ചെയ്യുന്ന അതേ ധർമ്മമാണ് ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്ന യൂണിറ്റ് ചെയ്യുന്നത്. അതായത് വാഹനം നിർത്തുന്ന സമയത്തും എൻജിനെ കറങ്ങാൻ സഹായിക്കുന്നതാണ് ക്ലച്ച്. ഇവിടെ ടോർക്ക് കൺവേർട്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ കാണിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് ടർബൈൻ, സ്റ്റേറ്റർ, പമ്പ്, ഇമ്പല്ലർ, ഫ്രീ വീൽ മെക്കാനിസം എന്നിവ കാണാം. ഇമ്പല്ലർ എൻജിനുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ടർബൈൻ ഡ്രിവൺ മെമ്പറാണ്. വർക്കിംഗ് ഓഫ് ടോർക്ക് കൺവേർട്ടർ. വെൻ ദി എൻജിൻ is started, impeller starts rotating. Due to centrifugal force of the oil, turbine also starts rotating. Thus the vehicle moves. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇമ്പല്ലറും കറങ്ങുന്നു. കാരണം ഇമ്പല്ലർ എൻജിൻ ക്രാങ്ക് ഷാഫ്റ്റുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓയിലും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഓയിലിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമായി ടർബൈനും റൊട്ടേറ്റ് ചെയ്യുന്നു. ടർബൈൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് ട്രാൻസ്മിഷൻ വഴി വാഹനത്തിൻ്റെ വീലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വാഹനം ചലിക്കുന്നു. ഓയിൽ ഫ്രം ദി ടർബൈൻ ഔട്ട്ലെറ്റ് ഈസ് ഗൈഡഡ് ഇൻ ഫേവറബിൾ ഡയറക്ഷൻ ബൈ സ്റ്റേറ്റർ. സ്റ്റേറ്ററിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ടർബൈൻ ഔട്ട്ലെറ്റിൽ നിന്നും വരുന്ന ഓയിലിനെ ഡിസൈഡ് അല്ലെങ്കിൽ ഫേവറബിളായിട്ടുള്ള ഡയറക്ഷനിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മാനുവൽ ഗിയർ ബോക്സിൽ ഉള്ളതുപോലെ യാതൊരു തരത്തിലുമുള്ള മെക്കാനിക്കൽ കോണ്ടാക്റ്റ് ടോർക്ക് കൺവേർട്ടറിൽ വരുന്നില്ല. പകരം ഹൈഡ്രോളിക് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ടോർക്ക് കൺവേർട്ടർ പ്രവർത്തിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് സിസ്റ്റം. ഫാസ്റ്റർ ട്രാൻസ്മിഷൻ റെസ്പോൺസ് കമ്പയർഡ് ടു AMT. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന AMT അഥവാ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗിയർ ബോക്സിൽ ട്രാൻസ്മിഷൻ റെസ്പോൺസ് വളരെ ഉയർന്നതാണ്. ഇൻക്രീസ്ഡ് ഗിയർ സ്വിച്ചിങ് കംഫർട്ട്. ഒരു ഗിയറിൽ നിന്നും മറ്റൊരു ഗിയറിലേക്കുള്ള ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ സ്വിച്ചിങ് വളരെ കംഫർട്ടും ഈസിയുമാണ്. പ്രൂവൻ ടെക്നോളജി, ഗുഡ് ടോർക്ക് കപ്പാസിറ്റി. വളരെ റിലയബിളായിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഈ ഗിയർ ബോക്സിൻ്റെത്. അതോടൊപ്പം വളരെ ഉയർന്ന നല്ല ടോർക്ക് കപ്പാസിറ്റി ഉള്ളതുമാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോളിക് ഗിയർ ബോക്സ്. മോർ നമ്പർ ഓഫ് മൂവിംഗ് പാർട്സ് ലീഡിങ് ടു ഇൻക്രീസ്ഡ് മെയിൻ്റനൻസ്. നമുക്കറിയാം ഹൈഡ്രോളിക് ഗിയർ ബോക്സിൽ മൂവ് ചെയ്യുന്ന പാർട്സുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്, അതുപോലെ ഫ്രിക്ഷൻ ബാൻഡ്സ്, ക്ലച്ചസ്, സോളിനോയിഡ്സ് മുതലായ പാർട്സ് ഉള്ളത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ ഉയർന്നതായിരിക്കും. ഹൈഡ്രോളിക് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം പല കമ്പനികളും പല പേരിലാണ് ഉപയോഗിച്ച് വരുന്നത്. ചിലതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഓർ DCT. The dual clutch transmission is introduced by Audi in the late 90s under the name of DSG or Dual Shift Gearbox. 90കളുടെ അവസാനം ഓഡി കമ്പനിയാണ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്.
It has two axles on which the gear system is fitted. One axle is used for the even gears, the other axle is used for the odd gears and the reverse gear. ഈ ടൈപ്പ് ഗിയർ ബോക്സിൽ ഗിയർ സിസ്റ്റം രണ്ട് വ്യത്യസ്ത ആക്സിലുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ഷാഫ്റ്റുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ആക്സിൽ ഈവൻ ഗിയറുകൾ, അതായത് രണ്ടാമത്തെ ഗിയർ, നാലാമത്തെ ഗിയർ, ആറാമത്തെ ഗിയർ എന്നിവ ഫിറ്റ് ചെയ്തിരിക്കുമ്പോൾ മറ്റേ ആക്സിലിൽ ഓഡ് ഗിയേഴ്സ്, അതായത് 1, 3, 5 ഗിയറുകളാണ്, 5 പിന്നെ റിവേഴ്സ് ഗിയർ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ആക്സിൽ ഹാസ് ഇറ്റ്സ് ഓൺ ഷിഫ്റ്റ് മെക്കാനിസം ആൻഡ് ക്ലച്ച്. ഓരോ ആക്സിലിനും അതിൻ്റേതായ ഷിഫ്റ്റ് മെക്കാനിസവും ക്ലച്ചും ഉണ്ടാകും. വെൻ ഡ്രൈവിംഗ് ഇൻ ദ ഫസ്റ്റ് ഗിയർ ദി അതർ ആക്സിൽ ഈസ് ഇനാക്റ്റീവ് ബട്ട് ഇൻസ്റ്റൻ്റ്ലി റെഡി ഫോർ യൂസ് ബിക്കോസ് ഇറ്റ് മൂവ്സ് ടുഗദർ വിത്ത് ദി ആക്റ്റീവ് ആക്സിൽ. ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും മറ്റേ ആക്സിൽ ഇനാക്റ്റീവ് ആണെങ്കിലും അത് ആക്റ്റീവ് ആക്സിലിൻ്റെ അതേ വേഗതയിൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഉപയോഗത്തിന് അതെല്ലായ്പ്പോഴും റെഡിയായിരിക്കും. ഇത് DCT ഗിയർ ബോക്സിൻ്റെ സ്കീമാറ്റിക് ഫിഗറാണ്. ഇതിൽ എങ്ങനെയാണ് രണ്ട് ആക്സിലുകളിൽ വ്യത്യസ്തമായ ഗിയർ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. അഡ്വാൻറ്റേജസ് ഓഫ് DCT: ഇൻക്രീസ്ഡ് ഗിയർ സ്വിച്ചിങ് കംഫർട്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗിയർ സ്വിച്ച് ചെയ്യുന്നതിന് കൂടുതൽ എളുപ്പവും കംഫർട്ടുമായിരിക്കും. ലോ ഫ്യൂവൽ കൺസംഷൻ, കുറഞ്ഞ ഇന്ധന ഉപഭോഗമുള്ളതായിരിക്കും. DCT offers faster acceleration than other automatic variants and sometimes outperforms even manual. മറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ DCT ഘടിപ്പിച്ച വാഹനങ്ങളുടെ ആക്സിലറേഷൻ വളരെ ഉയർന്നതായിരിക്കും. ചില സമയങ്ങളിൽ മാനുവൽ ഗിയർ ബോക്സിനേക്കാളും മികച്ച പെർഫോമൻസ് ആയിരിക്കും ഈ ടൈപ്പ് ഗിയർ ബോക്സ് കാഴ്ചവെക്കുക. നോ ഡിലേ ആൻഡ് ജെർക്കി മോഷൻസ് ഡ്യൂ ടു ഇറ്റ്സ് ഫാസ്റ്റർ ഗിയർ ഷിഫ്റ്റ്. AMT ഗിയർ ബോക്സുമായിട്ടോ മറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി കമ്പയർ ചെയ്യുമ്പോഴോ ഇതിന് യാതൊരുവിധ ഡിലേയും ഇല്ല ഗിയർ ഷിഫ്റ്റിങ്ങിൽ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് DCT: ഹൈ കോസ്റ്റ് ഫോർ DCT സിസ്റ്റംസ് ഡ്യൂ ടു ദി കോംപ്ലക്സിറ്റി ആൻഡ് ദ നമ്പർ ഓഫ് പാർട്സ് ഇൻവോൾവ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ഉള്ളതുകൊണ്ടും കൂടുതൽ ഭാഗങ്ങളുള്ളതുകൊണ്ടും തന്നെ DCTയുടെ നിർമ്മാണ ചെലവ് കൂടുതലാണ്. ദ കോസ്റ്റ് ഓഫ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. റിപ്പയറിനും മെയിൻ്റനൻസിനും ഉണ്ടാകുന്ന അധിക ചെലവ്. DCT ഗിയർ ബോക്സ് ഉപയോഗിക്കുന്ന ചില മാനുഫാക്ചേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാം. കൺവെൻഷണലായി ഉപയോഗിച്ചു വന്നിരുന്ന 2 ഗിയർ ബോക്സുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഏവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.